പ്രതീക്ഷകള് പാടമങ്ങിയൊരു കൂട്ടം പെട്ടെന്ന് അവരിൽ ഒരാൾ തന്നെ അവരുടെ രക്ഷകനായി എത്തുന്നു. പിന്നീട് ടേബിൾ ടോപ്പിലേക്ക് അതിവേഗം കുതിച്ചുയരുന്നൊരു അത്ഭുത കാഴ്ച. അതിന് പിന്നില് ഒറ്റ പേര്, ഒരു മലയാളി. ഗോകുലം കേരള എഫ്സിക്ക് അന്ന് സീസൺ അവസാനിക്കാൻ 8 മത്സരങ്ങൾ മാത്രമാണ് ബാക്കി. കഴിഞ്ഞ 2 വർഷങ്ങളില് 3-ാം സ്ഥാനവും അതിന്റെ തൊട്ട് മുമ്പത്തെ 2 സീസണുകളില് ടൈറ്റിലും സ്വന്തമാക്കിയവര് ടൈറ്റിൽ റണ്ണിന്റെ 7 അയലത്ത് പോലുമില്ലാത്ത പരിതാപകരമായ ഒരു അവസ്ഥ. പ്രതീക്ഷകളെല്ലാം അവസാനിച്ചതുപോലൊരു തോന്നല്. സ്പാനിഷ് പരിശീലകൻ അന്റോണിയോ റൂവേദയുടെ കീഴിൽ വിജയിച്ചാണ് സീസൺ തുടങ്ങിയതെങ്കിലും പിന്നീട് ക്ലബിന് കാണേണ്ടി വന്നത് തുടർച്ചയായ സമനിലകളും തോൽവികളുമായിരുന്നു. 14 മാച്ചസില് 5 വിജയങ്ങൾ മാത്രം, പോയിന്റ് ടേബിളിലെ 7-ാം സ്ഥാനവും. അന്നേരം ക്ലബ്ബ് മാനേജ്മെന്റ് എടുത്ത ഒരു തീരുമാനം അതാണ് എല്ലാം മാറ്റിമറിച്ചത്. അന്റോണിയോ റൂവേദയെ പുറത്താക്കി സഹപരിശീലകനും മലയാളിയുമായ രഞ്ജിത്ത് ഡിയെ ചുമതലയേൽപ്പിച്ചു. പിന്നീട് നടന്നത് ചരിത്രം. രഞ്ജിത്തിന്റെ തന്ത്രങ്ങളിൽ ഇറങ്ങിയ ടീം ആദ്യ മത്സരത്തിൽ തന്നെ 6 ഗോളുകൾ അടിച്ചുകൂട്ടി വമ്പൻ വിജയമാണ് സ്വന്തമാക്കിയത്. ഇപ്പോ സീസൺ അവസാനിക്കാണ് 2 മത്സരങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 6 മത്സരങ്ങളിൽ നിന്ന് 5 വിജയിച്ച് ടേബിൾ ടോപ്പിലുള്ള ചർച്ചിൽ ബ്രദേഴ്സിനേക്കാൾ 4 പോയിന്റ് മാത്രം വ്യത്യാസത്തില് 4-ാം സ്ഥാനത്താണ് ഇപ്പൊ ടീം ഉള്ളത്. നമ്മളീ പറയുന്ന രഞ്ജിത്ത് എന്ന ചങ്ങായി ചില്ലറക്കാരനല്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഷെൽഫിലുള്ള ഏക കിരീടം അത് ഇദ്ദേഹത്തിന്റെ കീഴില് അന്ന് അവർ നേടിയതാണ്. ഇന്ത്യൻ ഫുട്ബോളിന് ഒരുപാട് നല്ല കളിക്കാർ സമ്മാനിച്ച കേരളത്തിന്റെ മണ്ണിൽ നിന്നും ഇതാ ഒരു അടിപൊളി കോച്ച് കൂടി. ലെറ്റ്സ് ഹോപ്പ്.